എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന വർഷങ്ങൾക്ക് ശേഷത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തു വന്നിരിക്കുകയാണ്. തിങ് മ്യൂസിക് ഇന്ത്യയുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് ട്രെയിലർ പുറത്തുവിട്ടത്. മുൻപ് വന്ന ടീസർ സഞ്ചരിച്ച തരം ട്രാക്കിലൂടെ അല്ല ട്രെയിലർ സഞ്ചരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. തമാശകൾക്കും സൗഹൃദത്തിനുമൊപ്പം ഒരു സിനിമാ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന്റെ നിരവധി അവസ്ഥകളിലൂടെ സഞ്ചരിക്കുന്ന ചിത്രമായിരിക്കും വർഷങ്ങൾക്ക് ശേഷം എന്നാണ് ട്രെയിലറിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തലയ്ക്ക് പിടിച്ച നായകനും അതിന് പൂർണ്ണ പിന്തുണയും ആവേശവും നൽകുന്ന സൗഹൃദവും അവരെ സിനിമയുടെ ഈറ്റില്ലമായ കോടമ്പാക്കത്തെത്തിക്കുന്നുണ്ട്. സിനിമയുടെ ലൈം ലൈറ്റിൽ വരികയെന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന തിരിച്ചറിവും അതോടൊപ്പം ഈ മേഖലയിലെ പല അനിശ്ചിതത്വങ്ങളും തഴയലുകളിലൂടെയാണ് ചിത്രം കഥ പറഞ്ഞു പോകുന്നതെന്നാണ് ട്രെയിലറിലൂടെ ലഭിക്കുന്ന സൂചന. കാലങ്ങളോളം സിനിമയുടെ ഓരങ്ങളിൽ നടന്ന് എവിടെയും എത്താതെ പോയവരുടെ കഥയാണോ അതോ കാലങ്ങളോളം നീണ്ട അധ്വാനത്തിനൊടുവിൽ സിനിമ വെട്ടിപ്പിടിച്ചവരുടെ കഥയാണോ ഇതെന്ന് സംശയം വരത്തക്ക രീതിയിലൂടെ ട്രെയിലറിലെ നമുക്ക് നോക്കിക്കാണാം. കാലാന്തരത്തിൽ സിനിമയിൽ വന്ന മാറ്റങ്ങളും പുത്തൻ കാഴ്ചപ്പാടിലെ സിനിമകളെ കുറിച്ചെല്ലാം സിനിമ സംസാരിക്കുന്നുണ്ട്. സൗഹൃദവും സിനിമയും സ്വപ്നങ്ങളും നൊമ്പരങ്ങളും പ്രണയവും എല്ലാം ഒത്തുചേർന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരിക്കും ചിത്രമെന്നാണ് ട്രെയിലർ ഉറപ്പു നൽകുന്നത്. ധ്യാനിന്റെ അഭിനയ മികവിനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിനീത് ശ്രീനിവാസൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ടെന്ന് ട്രെയിലറിലെ ധ്യാനിന്റെ പ്രകടനത്തിലൂടെ തന്നെ മനസ്സിലാക്കാം. ധ്യാൻ മാത്രമല്ല, പ്രണവിന്റെയും പ്രകടനം അതുപോലെ തന്നെയാണ്. അധികം പിടികിട്ടാത്ത തരം ഒരു സസ്പെൻസ് ഉള്ള കഥാപാത്രമാണ് പ്രണവിന്റേതെന്ന് പറയാം. എന്തായാലും സിനിമ കാണാനുള്ള ഒരു സസ്പെൻസ് ഫാക്ടർ ട്രെയിലറിൽ എവിടെയൊക്കെയോ പ്രതിഫലിക്കുന്നുണ്ട്. സിനിമയിലൂടെയും സൗഹൃദത്തിലൂടെയും സഞ്ചരിക്കുന്ന രണ്ട് കാലഘട്ടത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നതെന്നായിരുന്നു ടീസർ നൽകിയിരുന്ന സൂചന. എന്നാൽ ട്രെയിലർ കൂടി എത്തിയപ്പോൾ അതിൽ സിനിമയുടെ ലൈം ലൈറ്റിലേക്കുള്ള യാത്രയിൽ നേരിടുന്ന ചില അവസ്ഥകളെ കുറിച്ചും പറഞ്ഞു പോകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം ഏപ്രിൽ 11-നാണ് പ്രദർശനത്തിനെത്തുക. വിനീത് ശ്രീനിവാസൻ തന്നെ തിരക്കഥ ഒരുക്കുന്ന ചിത്രത്തിൽ പ്രണവിനും ധ്യാനിനുമൊപ്പം നിവിൻ പോളിയും ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ടീസറിലുള്ള പോലെ തന്നെ നിവിൻ പോളിയുടെ കഥാപാത്രത്തിന് ട്രെയിലറിലും ഒരു സസ്പെൻസ് മൂഡ് തന്നെയാണ്. പിന്നെ അജു വർഗീസ്, കല്യാണി പ്രിയദർശൻ, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ, നീരജ് മാധവ്, നീത പിള്ളൈ, അർജുൻ ലാൽ, അശ്വത് ലാൽ, കലേഷ് രാംനാഥ് എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്. പ്രണവ് മോഹൻലാൽ നായകനായ ഹൃദയം നിർമ്മിച്ച മെറിലാൻഡ് സിനിമാസിന്റെ ബാനറിൽ വിശാഖ് സുബ്രഹ്മണ്യൻ തന്നെയാണ് ഈ ചിത്രത്തിന്റെയും നിർമ്മാണം. ഹൃദയം ടീം വീണ്ടും ഒന്നിക്കുന്നു എന്നത് തന്നെയായിരുന്നു ചിത്രത്തിനായുള്ള പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ കൂട്ടാൻ കാരണം. ഒപ്പം മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ചില താരങ്ങളും കൂടി ഒന്നിച്ചപ്പോൾ ഇരട്ടി പ്രതീക്ഷയായി. ഇപ്പോൾ ട്രെയിലർ കൂടി ഇറങ്ങിയതോടെ അതിന് ആക്കം കൂടുകയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.